ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഷവർമ്മ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഒരു പീസ് ബട്ടർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാം. സാധാരണ നമ്മൾ ഷവർമ്മയ്ക്ക് മുളക് പൊടിയൊന്നും ആഡ് ചെയ്യാറില്ല. ഇതിവിടെ കുറച്ചൊരു നന്നായി ഫ്രൈ ആയിട്ടുള്ളൊരു ഇത് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് കുരുമുളക് പൊടി അതുപോലെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ തന്നെ ചേർക്കാനും പറ്റും. ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ. ഒരു നന്നായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അത് മൊരിഞ്ഞ് കിട്ടുന്ന അങ്ങനെ അത്രത്തൊന്നും ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. ഒന്ന് ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 4 സൈഡും കട്ട് ചെയ്ത് മാറ്റാം. ഞാനൊരു 5 ബ്രെഡ് ഷവർമ്മ തയ്യാറാക്കുന്നതിന് 10 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയിട്ട് പൊടിച്ച് വെക്കണം. അതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ബാക്കി ഫില്ലിങ്സിന് വേണ്ടതാണ് ഇതൊക്കെ. അതിന് മയണൈസ് വേണം, അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇത് മുട്ട നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് മാറ്റി വെച്ചതാണ്. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു സവാള ചെറുതാണ്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഫില്ലിങ് തയ്യാറാക്കണം. ക്യാരറ്റ് അതുപോലെ തന്നെ കാബേജ് ആവശ്യത്തിന് എടുക്കാം. നമ്മളെ വീട്ടിൽ എത്ര ആളുണ്ട് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഫില്ലിങ്ങും കൂട്ടിയെടുക്കണം. ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇനി ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ നിങ്ങൾക്ക് എത്രത്തോളം വേണം, ഒരുപാട് ചിക്കനൊന്നും നമുക്കിതിന് ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ആളുകളുള്ളതിനനുസരിച്ച് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. മയണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അത് 3 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ഈ പറഞ്ഞ പോലെ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ബ്രെഡ് വേണ്ട കുബൂസാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫില്ലിങ് തയ്യാറാക്കിയിട്ട് കുബൂസ് വാങ്ങിയിട്ട് അതിലും റോൾ ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കാനും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ 4 ഭാഗം നന്നായിട്ട് ബാറ്റർ തട്ടിയിരിക്കണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ എല്ലാ ഭാഗത്തും നന്നായി പിടിച്ചിട്ട് അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് വിട്ടു പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ഒരുപാട് നന്നായിട്ട് കൂട്ടിയിടാനും പാടില്ല, അതുപോലെ സിമ്മിലാക്കാനും പറ്റില്ല. ഒരു മീഡിയം ലെവലിലുള്ള ഫ്ലെയിമിലാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കരിഞ്ഞു പോവും, അത് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. അല്ലെങ്കിൽ അത് കരിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നിനും പറ്റില്ല. ഇപ്പം നന്നായിട്ട് തന്നെ നമുക്ക് നല്ല ഇതിൽ തന്നെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പാനിലാകുമ്പോൾ അങ്ങനെ കരിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ചേർക്കാം. പക്ഷേ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ഒരു സ്പൈസി ആവുള്ളൂ. പിന്നെ ബ്രെഡിൻ്റെ ഒരറ്റാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് പോക്കറ്റ് ആക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. അതിനുള്ളിലേക്ക് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നല്ല സന്തോഷത്തോടെ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തു എന്നുള്ള പേടിയുമില്ല. അതുപോലെ തന്നെ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് എപ്പോഴൊന്നും നല്ലതൊന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ മയണൈസും അതുപോലെ തന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക.